السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد نصركم الله ببدر وأنتم أذلة فاتقوا الله لعلكم تشكرون. ബദർ യുദ്ധം എന്നത് ഇസ്ലാമിക ചരിത്രത്തിലെ വലിയൊരു നാഴികക്കല്ലാണ്. ഹിജ്റ 2-ാം വർഷം റമദാൻ മാസം 17-ാമത്തെ ദിവസം പകൽ തിങ്കളാഴ്ച രാവിലെയാണ് ബദർ യുദ്ധം നടക്കുന്നത്. ഈ ഒരു ബദർ യുദ്ധം എന്നുള്ളത് വലിയൊരു യുദ്ധമായിരുന്നില്ല. ഒരു വർഷമോ ഒന്നിലധികം വർഷങ്ങളോ മാസങ്ങളോ നീണ്ടുനിന്ന വലിയൊരു യുദ്ധമല്ല. യോദ്ധാക്കളുടെ എണ്ണം നോക്കിയാലും സന്നാഹങ്ങൾ നോക്കിയാലും ശത്രുപക്ഷമാണെങ്കിലും മുസ്ലിം പക്ഷമാണെങ്കിലും വളരെ ചെറിയ ഒരു ബാറ്റിൽ ആയിരുന്നു ബദർ യുദ്ധം. എന്നിട്ടും ബദർ യുദ്ധത്തിന് ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ വലിയ പ്രാധാന്യമാണ് കൽപ്പിക്കുന്നത്. യോമുൽ ഫുർഖാൻ എന്നാണ് ഖുർആൻ അതേക്കുറിച്ച് വിശേഷിപ്പിച്ചത്. സത്യവും അസത്യവും തമ്മിൽ വേർതിരിയുന്ന നാൾ എന്ന്. യോമുൽ ഫുർഖാൻ യോമുൽ തഖൽ ജംആൻ. യോമുൽ ഫുർഖാൻ എന്നാൽ സത്യവും അസത്യവും തമ്മിൽ വേർതിരിഞ്ഞ ദിവസം. യോമുൽ തഖൽ ജംആൻ എന്നാൽ ശത്രുപക്ഷവും മുസ്ലിം പക്ഷവും ഏറ്റുമുട്ടിയ ദിവസം. അപ്പോൾ എന്താണ് ബദറിൻ്റെ പ്രത്യേകത? ഇസ്ലാമിൻ്റെ ചരിത്രത്തിലെ ആദ്യത്തെ തുറന്ന സമരമാണ് ബദർ. ആദ്യമായിരിക്കുക എന്നുള്ളൊരു പ്രത്യേകത ബദർ യുദ്ധത്തിനുണ്ട്. മുസ്ലിം സൈന്യത്തിൻ്റെ 3 ഇരട്ടി വരുന്ന ശത്രു സൈന്യത്തിനെതിരെ മുസ്ലിങ്ങൾ അടരാടി വലിയ വിജയം കരസ്ഥമാക്കി എന്നുള്ളതും ബദറിൻ്റെ പ്രത്യേകതയാണ്. എന്താണ് ബദറിലേക്ക് നയിച്ച ചരിത്ര സംഭവങ്ങൾ? നമുക്കറിയാമല്ലോ, 13 വർഷക്കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തും മക്ക മരുഭൂമിയിൽ ബുദ്ധിമുട്ടുകൾ നേരിടുകയായിരുന്നു. ദാറുൽ അർഖമിൻ്റെ വീട്ടിൽ താൽക്കാലിക ആശ്വാസം ലഭിച്ചിരുന്നെങ്കിലും ഒളിഞ്ഞും തെളിഞ്ഞും മുസ്ലിങ്ങളെ ശത്രുക്കൾ വകവരുത്തുവാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പോലും അവർ വകവരുത്താൻ ശ്രമിച്ചു. എല്ലാ കബീലയിൽ നിന്നുമുള്ള 10 യുവാക്കളെ തെരഞ്ഞെടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വീട് വളഞ്ഞ് ഉറങ്ങിക്കിടക്കുന്ന വേളയിൽ അല്ലെങ്കിൽ ഉറങ്ങി പുറത്തു വരുന്ന വേളയിൽ വെട്ടിക്കൊലപ്പെടുത്തുവാനുള്ള പ്ലാൻ വരെ അവർ ചെയ്തു. ഒരു ഘട്ടത്തിൽ ഖദീജ റളിയല്ലാഹു തആല അൻഹായുടെ സമ്പത്തും അബൂ ത്വാലിബിൻ്റെ സംരക്ഷണവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ലഭിച്ചിരുന്നെങ്കിലും അത് ഏറെക്കാലം കഴിയാതെ ആ 2 തണലുകളും നബിയിൽ നിന്ന് മാഞ്ഞുപോയി. അതിൻ്റെ പശ്ചാത്തലത്തിൽ ത്വായിഫിലേക്ക് ഹിജ്റ പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദീനിന് ശക്തി നേടാൻ ശ്രമിച്ചെങ്കിലും അതും ഒരർത്ഥത്തിൽ പരാജയപ്പെട്ടു. ആ അവസരത്തിൽ ശത്രുക്കളുടെ യാതനകളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി അബസീനിയയിലേക്ക് മുസ്ലിങ്ങൾ 2 ഘട്ടങ്ങളിലായി ഹിജ്റ പോയി. എന്നിട്ടും ശത്രുക്കൾക്ക് മതിവരാത്തത് കൊണ്ട് അബസീനിയയിൽ പോയി മുസ്ലിങ്ങളെ മക്ക മരുഭൂമിയിലേക്ക് തന്നെ തിരിച്ചേക്കണമെന്ന് നജാഷിയോട് ആവശ്യപ്പെടുകയുണ്ടായി. ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹാബത്ത് ചോദിച്ചു കൊണ്ടിരുന്നു, എന്നാണ് നമുക്ക് ഈ ബുദ്ധിമുട്ടുകൾക്ക് ഒരു അറുതിയുണ്ടാവുക എന്ന്. നബി ക്ഷമയുടെ മന്ത്രം മാത്രമാണ് പറഞ്ഞത്. 13 വർഷക്കാലം കഴിഞ്ഞ് മദീനയിലേക്ക് ഹിജ്റ പോയി 2 വർഷം ഇസ്ലാമിനെ അവിടെ വളർത്തിയെടുക്കാൻ ശ്രമിച്ചപ്പോഴും മക്കായിലെ ശത്രുക്കൾ അടങ്ങിയിരുന്നില്ല. ഖുറൈശികളിലെ വലിയൊരു വിഭാഗം ആളുകൾ അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ മുസ്ലിങ്ങൾക്കെതിരെ പടയൊരുക്കുവാൻ വേണ്ടി, പടക്കോപ്പ് കൂട്ടുവാൻ വേണ്ടി ഇവരുടെ സമ്പത്ത് കൊള്ളയടിച്ച്, മക്കയിൽ തങ്ങൾ ഇട്ടേച്ചു പോയ സമ്പത്ത് കൊള്ളയടിച്ച് ആ സമ്പത്തുമായി വലിയൊരു കച്ചവടത്തിന് പോയി. അബൂ സുഫിയാൻ അന്ന് തന്നെ മാത്തമാറ്റിക്സിൽ വളരെ അഗ്രഗണ്യനായിരുന്നു. അതുകൊണ്ട് അയാൾ കച്ചവടത്തിൽ പരാജയപ്പെടുത്തുന്ന ഒരു പ്രശ്നമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മക്കയിലെ ഖുറൈശികൾ അബൂ സുഫിയാനെ തന്നെ ഈ ഒരു കച്ചവട സംഘത്തെ, ഈ കൊള്ള മുതൽ കൊണ്ടുണ്ടാക്കിയ കച്ചവട സംഘത്തെ നയിക്കുവാൻ വേണ്ടി ഏൽപ്പിക്കുകയും അതിൻ്റെ ലാഭം കൊണ്ട് മക്കയിലെ എല്ലാ ഗോത്രക്കാർക്കും അതിൻ്റെ ലാഭവിഹിതമുണ്ടായിരുന്നു. മാത്രമല്ല അതിൽ മുസ്ലിങ്ങളുടെ സമ്പത്തായിരുന്നു വലിയൊരു പക്ഷവും. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വലിയൊരു പ്ലാനിംഗ് ആണ് നേരത്തെ നടത്തിയത്. നേരത്തെ അവരുടെ ഈ കച്ചവട സംഘത്തെ തടയുകയാണെങ്കിൽ
പിന്നീട് മദീനയിലേക്ക് മുസ്ലിങ്ങൾക്കെതിരെ ഖുറൈശികൾ ഒരു പടക്കോപ്പുമായി വരികയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണക്ക് കൂട്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിശ്ചയിച്ചുറച്ചത് അബൂ സുഫിയാൻ നേതൃത്വത്തിൽ വരുന്ന കച്ചവട സംഘത്തെ തടയുക എന്നും തങ്ങളുടെ സമ്പത്ത് മാത്രം അവരിൽ നിന്ന് പിടിച്ചു വാങ്ങുക എന്നുള്ളതുമായിരുന്നു. മുടക്ക് മുതലിൽ വലിയൊരു ഭാഗം മുസ്ലിങ്ങളുടേതാണ്, അത് തിരിച്ചെടുക്കുക എന്നുള്ളതാണ് നബിയുടെ ലക്ഷ്യം. അബൂ സുഫിയാന് കിട്ടിയ ലാഭത്തിന്റെ വിഹിതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കോ സ്വഹാബത്തിനോ കണ്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ 40-ൽ പരം വരുന്ന ഒരു കച്ചവട സംഘത്തെ ഉപരോധിക്കുവാൻ ആവശ്യമായ സംഘവുമായാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുറപ്പെട്ടത്. ഒരു യുദ്ധസംഘം എന്ന് പറയാൻ ഒരിക്കലും നിർവാഹമില്ലാത്ത വിധം വളരെ ചെറിയ ഒരു സംഖ്യ ആളുകളുമായാണ് പുറപ്പെട്ടത്. 313 വരുന്ന സഹാബികൾ, അതിൽ അൻസാറുകളാണ് ബഹുഭൂരിപക്ഷമുള്ളത്, മുഹാജിറുകൾ അല്പം മാത്രമാണുള്ളത്. ഔസ് ഖസ്റജ് ഗോത്രക്കാരാണ് അൻസാറുകൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മുസ്ലിങ്ങളുടെ കയ്യിൽ 2 കുതിരകൾ മാത്രമാണുള്ളത്. അവർ പടക്ക് വേണ്ടി ഒരിക്കലും ഒരുങ്ങി പുറപ്പെട്ടതായിരുന്നില്ല. 70 ഒട്ടകങ്ങൾ ഉണ്ടായിരുന്നു. ഈ ഒട്ടകപ്പുറത്ത് മുസ്ലിങ്ങൾ മാറി മാറി സഞ്ചരിക്കുകയാണ് ചെയ്തിരുന്നത്. മദീനയോട് അടുത്ത ദേശമാണ്. മക്കയെ സംബന്ധിച്ചിടത്തോളം വിലയിരുത്തുമ്പോൾ മദീനയോട് അടുത്ത ദേശമാണ് ബദർ എന്നുള്ളത്. ബദർ എന്നുള്ളത് മദീനയുടെ അടുത്ത് എന്ന് മാത്രമല്ല, മക്കയിലേക്കുള്ള കച്ചവട സംഘത്തിന്റെ ഒരു സഞ്ചാര പഥം കൂടിയാണ് ബദർ. ഷാമിലേക്ക് പോകുന്ന കച്ചവട സംഘം ബദറിലൂടെയാണ് സഞ്ചരിക്കുന്നത്, തിരിച്ചു വരുന്നതും ബദറിലൂടെ തന്നെയാണ്. ഇത് അബൂ സുഫിയാൻ വളരെ ചാരന്മാർ മുഖേന മണത്തറിഞ്ഞു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സംഘവും കച്ചവട സംഘത്തെ ഉപരോധിക്കുവാൻ വേണ്ടി വരുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ അബൂ സുഫിയാൻ, അദ്ദേഹം വളരെ കുതന്ത്രശാലിയായ വലിയൊരു വ്യക്തിത്വമാണ്. പിൽക്കാലത്ത് ഇസ്ലാമിന് ഒരുപാട് സംഭാവനകൾ ചെയ്ത ഒരു വ്യക്തിത്വം കൂടിയാണ് അബൂ സുഫിയാൻ. ബദറിന്റെ പശ്ചാത്തലത്തിൽ മാത്രം അബൂ സുഫിയാൻ നാം ഒരിക്കലും വിലയിരുത്തിക്കൂടാ. അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുടുംബവും പിൽക്കാലത്ത് ഇസ്ലാമിന് വലിയ പിന്തുണ നൽകിയ ഒരു കുടുംബമാണ്. ഈ അബൂ സുഫിയാൻ കടൽ തീരം വഴി മക്കയിലേക്ക് രക്ഷപ്പെടുകയും താൻ മക്കയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ മക്കക്കാർക്ക് ഈ ഒരു ഉപരോധ സംഘത്തിന്റെ വിവരം കൈമാറുകയും ചെയ്തു. കച്ചവട സംഘം രക്ഷപ്പെട്ട സ്ഥിതിക്ക് ബദറിലേക്ക് മുസ്ലിങ്ങളോട് അടരാടാൻ പോവേണ്ടതില്ല എന്ന് പലരും ക്ഷണിച്ചെങ്കിലും അബൂജഹലിന്റെ നേതൃത്വത്തിൽ വലിയൊരു സംഘം 950 കാലാൾപ്പടയും 1000 കുതിരകളും 170 ഒട്ടകങ്ങളും അടങ്ങുന്ന വലിയൊരു സംഘം അബൂജഹലിന്റെ നേതൃത്വത്തിൽ ബദർ ലക്ഷ്യമാക്കി നീങ്ങുകയാണ് ചെയ്തത്. വഴിയിലുടനീളം ശങ്കിച്ചെങ്കിലും ഇവർ യുദ്ധത്തിനാണ് വരുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനസ്സിലാക്കിയത് ഇവർ ബദറിൽ എത്തിയ ഉടനെ മാത്രമായിരുന്നു. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് അഭിപ്രായം ചോദിച്ചു. വലിയൊരു സംഘമാണ് നമ്മുടെ മുന്നിൽ വരാനിരിക്കുന്നത്, നാം അവരെ നേരിടണോ അതല്ല കച്ചവട സംഘം രക്ഷപ്പെട്ട സ്ഥിതിക്ക് മദീനയിലേക്ക് തിരിച്ചു പോകണോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ചോദ്യം സഹാബത്തിന് മുന്നിൽ ചോദിക്കുന്നുണ്ട്. മുഹാജിറുകൾക്ക് സംശയമുണ്ടായിരുന്നില്ല. മുഹാജിറുകൾ പറഞ്ഞു, നമുക്കൊരിക്കലും മടങ്ങിപ്പോവേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിക്കുന്ന ഏത് വഴിയിലേക്കും വരാൻ ഞങ്ങൾ സന്നദ്ധരാണ്. നാം മക്ക വിട്ട് മദീനയിലേക്ക് വന്നത് ഇസ്ലാമിന്റെ ധ്വജ, ഇസ്ലാമിന്റെ ഈ പതാക വഹിക്കുവാൻ വേണ്ടിയാണ്. നമുക്കിവിടെ അടരാടാം, പോരാടാം, മരിക്കാം എന്നുള്ള പക്ഷമായിരുന്നു മുഹാജിറുകൾക്കുണ്ടായിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മുഹാജിറുകളെ എനിക്കറിയാം, എൻ്റെ കൂടെ മദീനയിലേക്ക് കയറി വന്നവരാണ് മുഹാജിറുകൾ. അവർ മക്കയിൽ ഒരുപാട് യാതനകൾ സഹിച്ചവരാണ്, എനിക്കവരെക്കുറിച്ച് സംശയമില്ല. അൻസാറുകൾ പറയട്ടെ എന്ന് പറഞ്ഞപ്പോൾ അൻസാറുകൾ നേതാവായിരുന്ന സഅദ് ബിൻ മുആദ് റളിയല്ലാഹു തആല അൻഹു എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, നബിയെ, അങ്ങ് ഞങ്ങളെ കടലിന്റെ മധ്യത്തിലേക്ക് വിളിച്ചാൽ ഞങ്ങൾ അങ്ങോട്ട് വരും, അങ്ങ് ഞങ്ങളെ പർവ്വതത്തിന്റെ ശിഖരങ്ങളിലേക്ക് വിളിച്ചാൽ ഞങ്ങൾ അങ്ങോട്ട് വരും, അങ്ങ് കൽപ്പിക്കൂ, ഞങ്ങൾ ചെയ്യാം എന്ന് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു. പണ്ട് ബനൂ ഇസ്രായേലിനോട് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞ പോലെ, ഇദ്ഹബ് അൻത വറബ്ബക ഫഖാതില ഇന്നാ ഹാഹുനാ ഖാഇദൂൻ, താങ്കളും താങ്കളുടെ രക്ഷിതാവും പോയി യുദ്ധം ചെയ്യുക, ഞങ്ങൾ ഇവിടെ ഇരിക്കാം എന്നുള്ള വർത്തമാനം ഞങ്ങൾ പറയുകയില്ല എന്ന് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സന്തോഷമായി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലിയൊരു പ്രാർത്ഥന നടത്തി. ആ പ്രാർത്ഥനയിൽ പറയുന്നുണ്ട്, അല്ലാഹുവേ, നിന്റെ അടിമകൾ ഇവിടെ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ഈ ഭൂലോകത്ത് നിന്നെ ആരാധിക്കുന്നൊരു വർഗം ഇനി ഉണ്ടാവാൻ ഇടയില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് വിജയം നൽകണേ എന്ന്
അങ്ങനെ തിങ്കളാഴ്ച പ്രഭാതം പൊട്ടി വിടർന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യം ഇസ്ലാമിൻ്റെ യുദ്ധങ്ങൾ എന്ന് പറഞ്ഞാൽ ആദ്യമേ യുദ്ധമല്ല, ശത്രുക്കളെ ഇസ്ലാമിൻ്റെ പക്ഷത്തേക്ക് ക്ഷണിക്കണം, ഇല്ലെങ്കിൽ അവരോട് സന്ധിയാവണമെന്ന് പറയണം, അതുമില്ലെങ്കിൽ യുദ്ധം ചെയ്യണമെന്നാണ്. എല്ലാ ഘട്ടങ്ങളും കഴിഞ്ഞപ്പോൾ ആദ്യം ദ്വന്ദ്വ യുദ്ധം തുടങ്ങി. ദ്വന്ദ്വ യുദ്ധത്തിൽ മുസ്ലിങ്ങൾ 2/3 ഭൂരിപക്ഷത്തോടെ അവർ വിജയിച്ചു. അതോടുകൂടെ പിന്നീട് വലിയ യുദ്ധമാണ് നടന്നത്. വളരെ കുറഞ്ഞ മണിക്കൂറുകൾ മാത്രമാണ് യുദ്ധം നീണ്ടു നിന്നത്. അതിൽ തന്നെ ശത്രുക്കൾക്ക് വലിയ ഒരു പരാജയമാണ് സമ്മാനിക്കാനായത്. എന്ന് അന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിങ്ങൾക്ക് വലിയ ഒരു സഹായമാണ് ഇറക്കിക്കൊടുത്തത്. 5000 മലക്കുകളുടെ സഹായം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി. 313 ആളുകൾ, അതല്ലെങ്കിൽ അതിനേക്കാൾ അല്പം കൂടുതലുള്ള ആളുകൾ, അവർക്ക് ഒരിക്കലും കയ്യിൽ ഒതുങ്ങാവുന്ന ശത്രു സൈന്യമായിരുന്നില്ല മറുപക്ഷത്തുണ്ടായിരുന്നത്. അവർ പടക്കോബളെ കൊണ്ടും യുദ്ധസന്നാഹങ്ങളെ കൊണ്ടും വളരെയധികം സമ്പന്നമായ സൈന്യമായിരുന്നു. മുസ്ലിങ്ങളെ കയ്യിൽ വാളുകളുടെയും പരിചകളുടെയും എണ്ണം കുറവായിരുന്നു. പലരും കാലാൾപ്പടയായിരുന്നു. കുതിരകൾ 2 കുതിരകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്നിട്ട് പോലും മണിക്കൂറുകൾ നീണ്ടിരുന്ന ആ യുദ്ധത്തിൽ 8 അൻസാറുകളും 6 മുഹാദിറുകളും മാത്രമാണ് ഷഹീദായത്. ശത്രുപക്ഷത്താണെങ്കിലോ 70 ശത്രുക്കളെ ഇവർക്ക് വകവരുത്താനായി. 70 ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ മക്കായിലെ വലിയ വലിയ പ്രമാണിമാരായിരുന്നു അവർ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഅബാലയത്തിന്റെ തണലിൽ നിസ്കരിക്കുമ്പോൾ അബൂജഹലിന്റെ നേതൃത്വത്തിൽ 6 പേര് കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുജൂദിലേക്ക് പോകുന്ന സമയത്ത് ഒട്ടകത്തിന്റെ കുടൽമാല അത് നബിയുടെ ശിരസ്സിലേക്ക് വലിച്ചിട്ട ചരിത്രം നാം കേട്ടിരിക്കും. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നന്നേ വിഷമിച്ചു. ആ കുടൽമാലയുടെ ഭാരം മാത്രമല്ല, ജനങ്ങളെ മുന്നിൽ താൻ അനുഭവിച്ച അപമാനത്തിന്റെ ഭാരവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുജൂദിൽ നിന്ന് തലയുയർത്തുവാൻ വിഷമിച്ചപ്പോൾ തൻ്റെ പുത്രിയായ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ കടന്നു വന്നാണ് ആ കുടൽമാല നീക്കം ചെയ്തത് എന്ന് നമുക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഅബാലയത്തിന്റെ തണലിൽ നിസ്കരിക്കുന്ന ഈ വേളയിൽ ആ നിസ്കാര ശേഷം താൻ സലാം വീട്ടി തിരിഞ്ഞു നോക്കുമ്പോൾ ഈ 6 പേര് അബൂജഹലിന്റെ നേതൃത്വത്തിൽ ഉത്ബത്തും ഷൈബത്തും ഉഖബത്ത് ബിൻ അബീ മുഅയ്ത്തും ഉമയ്യത്ത് ബിൻ ഖലഫുമുള്ള അടക്കമുള്ള ആ സംഘം കൈകൊട്ടിച്ചിരിക്കുകയായിരുന്നു. ഇത് കണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിഷമം തോന്നിയിരുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ അവർക്കെതിരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്നൊരു പ്രാർത്ഥന നടത്തിയിട്ടുണ്ട്. അല്ലാഹുമ്മ അലൈക ബി അബീ ജഹൽ, അല്ലാഹുമ്മ അലൈക ബി ഉത്ബ. ഓരോ ശത്രുവിന്റെയും പേര് പറഞ്ഞ് അല്ലാഹുവേ നീ അവരെ നശിപ്പിക്കണമേ എന്ന് തന്നെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഈ പ്രാർത്ഥന ഉണ്ട് എന്ന് അബൂജഹലിന് അറിയാം. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിച്ചാൽ അതിന് മറുപടിയുണ്ട്. നബി സല്ലല്ലാഹു അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് ഉത്തരം നൽകുമെന്നും അറിയാം. അതുകൊണ്ടാണ് അബൂജഹൽ യുദ്ധത്തിലേക്ക് വരാൻ ശങ്കിച്ചത്. ഈ പറയപ്പെട്ട സർവരും അന്ന് ഈ ബദറിന്റെ അടുക്കളത്തിൽ മരിക്കുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് മക്ക ഖുറൈശികൾ നേതൃത്വമില്ലാത്ത ഒരു വെറും സമൂഹമായി മാറി. അതാണ് ബദറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ശത്രുക്കളിലെ വലിയ വലിയ പ്രധാനികളെ മുഴുവനും വധിച്ചു കളഞ്ഞു. അതുപോലെ തന്നെ ബാക്കിയുള്ള ആളുകൾ 70 പേരെ അവർക്ക് അത് ബന്ദികളായി പിടിക്കുവാനും സാധിച്ചു. അള്ളാഹുവിന്റെ വലിയൊരു സഹായമാണത്. പിന്നീട് ബന്ദിമോചനത്തിന്റെ കഥയൊക്കെ നമുക്കറിയാം. ഓരോരുത്തർക്കും മോചനദ്രവ്യം കൊണ്ട് മോചിപ്പിക്കാൻ സാധിക്കുന്ന ആളുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് സ്വീകരിച്ചു കൊണ്ട് മോചനം നൽകി. അല്ലാത്തവർക്ക് 10 വിദ്യാർത്ഥികൾക്ക് എഴുത്തും വായനയും പഠിപ്പിക്കണമെന്ന ആ വ്യവസ്ഥയിലും മോചനം നൽകി. ചുരുക്കി പറഞ്ഞാൽ ഇസ്ലാമിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ യുദ്ധമാണ് ബദർ. അത് ബദറിന്റെ ദൈർഘ്യം കൊണ്ടല്ല, ബദറിന്റെ ആൾബലം കൊണ്ടല്ല, ബദറിന്റെ ശത്രുപക്ഷത്തിന്റെ യുദ്ധസന്നാഹങ്ങളെ കൊണ്ട് മാത്രമല്ല, അതിനേക്കാൾ വലിയ യുദ്ധങ്ങൾ ഇസ്ലാം നടത്തിയിട്ടുണ്ട്. ഖൈബർ ഇതിനേക്കാൾ വലിയ പോരാട്ടമായിരുന്നു. തബൂക്ക് ഇതിനേക്കാൾ വലിയ സന്നാഹമായിരുന്നു. എന്നാലും ബദറിനാണ് ഗസ്വത്തുൽ കുബ്ര ഏറ്റവും വലിയ യുദ്ധം എന്ന് പറയുന്നത്. ബദരീങ്ങൾക്കാണ് മറ്റു യുദ്ധങ്ങൾ പങ്കെടുത്ത സ്വഹാബത്തിനേക്കാൾ കൂടുതൽ പ്രത്യേകതയുള്ളത്. എന്തുകൊണ്ട്? അതവരുടെ മനസ്സാണ്. അതവരുടെ മനസ്സിന്റെ ഒരു കരുത്തിന്റെ ബലമാണ്, ഈമാനിന്റെ ബലമാണ്. ആർത്തുലച്ചു വരുന്ന ശത്രുക്കൾ, തന്റെ മുന്നിൽപ്പെട്ട തങ്ങൾ അറിയാതെ തങ്ങളുടെ മുന്നിൽ വന്നു ചേർന്നിരിക്കുന്ന 1000ഓളം വരുന്ന സർവായുധ വിഭൂഷിതരായ ശത്രുക്കൾ മുന്നിലെ ഇവർക്ക് അടരാടുവാൻ സന്മനസ് കാണിച്ചു എന്നുള്ളതാണ്. ആ സന്മനസ്സിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പ്രതിഫലം നൽകിയത്.
ആ സന്മനസ് കൊണ്ട് തന്നെയാണ് അവർക്ക് അള്ളാഹു ബിഹംസതി ആലാഫിൻ മിനൽ മലായികത്തി മുർദിഫീൻ എന്ന് പറഞ്ഞ് അത് 5000 വരുന്ന മലക്കുകളുടെ ഒരു 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 പിന്നണി നൽകിയത്. അതും അന്ന് മീകായിലും ജിബ്രീലും എല്ലാം യുദ്ധത്തിൽ പങ്കെടുത്തു എന്ന് ഹദീസ് പറയുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഈമാനിന്റെ കരുത്ത്, ഈ ഒരു സന്നദ്ധത, ഈ ഒരു സാക്രിഫൈസ്, ഈ ഇവരുടെ ഒരു കമ്മിറ്റ്മെന്റ്, പ്രതിബദ്ധത, ഇതെല്ലാമാണ് ബദരീങ്ങളെ മറ്റുള്ളവരെക്കാൾ മറ്റുള്ളവരെക്കാൾ പ്രത്യേകതയുള്ളതാക്കുന്നത്. അതുകൊണ്ട് ഈ വരുന്ന റമദാൻ 17 ബദർ യുദ്ധത്തെ അനുസ്മരിക്കണം. ബദർ യുദ്ധത്തെ അനുസ്മരിക്കുമ്പോൾ നാം അനുസ്മരിക്കേണ്ടത് ഈമാനിന്റെ ആ ഒരു തീഷ്ണതയാണ്. അതോടുകൂടെ തന്നെ നാം അനുസ്മരിക്കേണ്ടത് ഈമാനിന്റെ നമ്മുടെ ഉന്നമനമാണ്. എങ്ങനെയാണ് നമുക്ക് ബദരീങ്ങളെ പോലെ ആത്മികമായി ഉത്കർഷ ഉണ്ടാക്കുവാൻ സാധിക്കുക എന്ന് കൂടെയാണ് നാം ചിന്തിക്കേണ്ടത്. അന്ന് ബദരീങ്ങളെ പേരിൽ നാം പലതും സദഖയും ഹദിയയും ചെയ്യുന്നുണ്ടെങ്കിലും അതോടുകൂടെ നാം ചിന്തിക്കേണ്ടത് നമ്മുടെ ആത്മീയമായ ഉന്നതി എങ്ങനെയാണ് നേടുക എന്നുള്ളതാണ്. അതാണ് യഥാർത്ഥത്തിൽ ബദറിന്റെ പാഠം എന്ന് പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പാഠം ഉൾക്കൊണ്ട് ജീവിക്കുവാൻ നല്ല തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.